Welcome to my YouTube channel. Today we are going to discuss how to solve the recurrence equations time complexity using iteration method. Okay. അപ്പോൾ എന്താണ് റെക്കറൻസ് മെത്തേഡ്, അതായത് എന്താണ് റെക്കറൻസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. റെക്കറൻസ് ഈസ് ആൻ A recurrence is an equation or inequality that describes a function in terms of values on smaller input. അതായത് നമുക്ക് ഒരെണ്ണത്തിൻ്റെ എന്താണ് ഒരു വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ എടുക്കുന്നത്. അതായത് ടി ഓഫ് എൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ടി ഓഫ് എൻ്റെ ഇക്വേഷൻ എന്താണ് 1 + T(n−1). അതായത് നമ്മൾ ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ വാല്യൂ യൂസ് ചെയ്യുന്നു ടി ഓഫ് എൻ കണ്ടുപിടിക്കാൻ. അതിന് അങ്ങനെയുള്ള ഇക്വേഷനാണ് വിളിക്കുന്ന പേര് റെക്കറൻസ് ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ടി ഓഫ് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടി ഓഫ് എൻ മൈനസ് വൺ യൂസ് ചെയ്യുന്നു. ഇനി ടി ഓഫ് എൻ മൈനസ് വണ്ണിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ടി ഓഫ് എൻ മൈനസ് ടു യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ റിക്കറൻസ് ഇക്വേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ ഐട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിക്കറൻസ് റിലേഷൻ്റെ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 4 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഐട്രേഷൻ മെത്തേഡ്, സെക്കൻഡ് റിക്കർഷൻ ട്രീ മെത്തേഡ്, തേർഡ് മാസ്റ്റർ തിയറം. മാസ്റ്റർ തിയറം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ഈ വീഡിയോയിൽ ഐട്രേഷൻ മെത്തേഡ് പറയും, അടുത്ത വീഡിയോയിൽ റിക്കർഷൻ ട്രീ മെത്തേഡ് പറയും. ഓക്കെ, അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ കേൾക്കുക. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട് ടി ഓഫ് എൻ. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 + T(n−1). ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് ദ ഫംഗ്ഷൻ ടി ഓഫ് എൻ. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് ടി ഓഫ് n-1. ഓക്കെ, നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ടി ഓഫ് n-1, ടി ഓഫ് n-1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടി ഓഫ് n-1 ഈക്വൽ ടു ഇതിനകത്ത് എന്നിനകത്ത് n-1 ഇട്ട് കൊടുക്കുക. അപ്പം 1 + ടി ഓഫ് n-1 -1. ഈ -1 ഈ -1 ആണേ, ഈ -1 ആണ്, ഈ -1 ഉണ്ടല്ലോ ഈ പാർട്ട്, അതാണ് ഈ പാർട്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 + ടി ഓഫ് n-2. -1 -1 -2. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ 2 1 ഉണ്ടല്ലോ, ഇത് നമ്മൾ ടി ഓഫ് n-1. സോ ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ഓഫ് n-1 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്ത് വരും? 1 + ടി ഓഫ് n-1ൻ്റെ വാല്യൂ 1 + ടി ഓഫ് n-2 ഈക്വൽ ടു 1 + 1 2, 2 + ടി ഓഫ് n-2. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നെക്സ്റ്റ് ഇതുപോലെ ടി ഓഫ് n-2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടി ഓഫ് n-2ൻ്റെ വാല്യൂ എന്ത് വരും? 1 + ടി ഓഫ് n-3 വരും. അത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ഓഫ് n-2 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2 + 1 + ടി ഓഫ് n-3. ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 + ടി ഓഫ് n-3. ഇത് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ടി ഓഫ് n-2ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അത് ഈ വാല്യൂ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ 2 + 1 + ടി ഓഫ് n-3 ഇത് വരും. അത് ടോട്ടൽ എന്തായിരിക്കും? 3 + ടി ഓഫ് n-3 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് അപ് ടു kth ടേം വരെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ kth ടേം വരെ എത്ര എന്താണ് ഇത് വരുമെന്ന് ടി ഓഫ് എൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ k+, ഇവിടെ എന്ത് വരും? k+ ടി ഓഫ് n-k വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ സം എന്ന് പറയുന്ന സം ഓഫ് 3 വിളിച്ചു. ഓക്കെ, അതിലെന്തായിരിക്കും ചെയ്യുന്നത്? അതെങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 3 + സം ഓഫ് 2 അല്ലേ. അടുത്ത എന്താ ചെയ്യുന്നത്? അതിനുശേഷം രണ്ടാമത്തെ ഇതൊരു ഫസ്റ്റ് ഫംഗ്ഷൻ കാള്. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ കാള്, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ കാള്. അടുത്ത എന്തായിരിക്കും ചെയ്യുന്നത്? 3 + 2 + സം ഓഫ് 1. ഓക്കെ, ഓക്കെ ആണോ? ഇത്രയല്ലേ പോകത്തുള്ളൂ? 3 ഫംഗ്ഷൻ കാളല്ലേ പോകത്തുള്ളൂ. സം ഓഫ് 0 വിളിക്കുമോ? ഇല്ല. സം ഓഫ് 0 വിളിച്ചാൽ എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ വാല്യൂ > 1 വരെ എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഫംഗ്ഷൻ കോള് വിളിക്കത്തുള്ളൂ. ഈ ഐട്രേഷൻ റിപ്പീറ്റ് ആയിട്ട് റിക്കേഴ്സീവ് കോൾ നടക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഒരു പ്രാവശ്യം കൂടെ പറയത്തുള്ളൂ. എന്നിൻ്റെ വാല്യൂ = 1 വരെ എന്ത് ചെയ്യത്തുള്ളൂ? റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോള് നടക്കത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്യത്തില്ല, റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ഉണ്ടാവത്തില്ല. കാരണം വാല്യൂ > 1 ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അതിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്ന റിക്കേഴ്സീവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ ഇവിടെ മാക്സിമം വരുന്ന വാല്യൂ എന്താ? 1 ആണ്. മനസ്സിലായോ? 1 വരെ വരത്തുള്ളൂ. സോ ഇവിടുത്തെ n-kയുടെ വാല്യൂ kth ടേമിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. kth ടേം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജ്. മനസ്സിലായോ? ലാസ്റ്റ് റിക്കർഷൻ എൻഡ് ചെയ്യുന്ന എപ്പോഴും ഇവിടെ ആയിരിക്കും? 1-ലായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 3 ആണ് സമ്മ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ആദ്യം 3 + സം ഓഫ് 2 ചെയ്യും, പിന്നെ 3 + 2 + സം ഓഫ് 1 ചെയ്യും. 1-ൽ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ kth ടേമാണ് ഇതെന്താണ്? kth ടേമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, അത് ചിന്തിച്ചാൽ മതി. ആ രീതിയിൽ ചിന്തിക്കണം, നല്ല മനസ്സിലാവത്തുള്ള. ടി ഓഫ് n-k, അതായത് ഈ n-k ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് 1 വന്നതെന്ന് മനസ്സിലായോ?
assume n minus k is equal to 1. അതായത് ലാസ്റ്റ് സ്റ്റെപ്പിലും ആ ഫംഗ്ഷൻ കോളിൻ്റെ അകത്ത് 1 ആയിരിക്കും. ആ 1 0 ആവും മാറുമ്പോൾ, അതായത് അപ്പം ടി ഓഫ് 1 സ്റ്റോപ്പ് ചെയ്യും, ടി ഓഫ് 0 വരത്തില്ല. വരുന്നാൽ എന്താണ്, 0 വന്നാൽ ഒന്നും റിട്ടേൺ ചെയ്യത്തില്ല. 1 വന്നെങ്കിലും ഗ്രേറ്റർ ദാൻ ഒരിക്കലും 1 വന്നെങ്കിൽ റിക്കർസീവ് ഫംഗ്ഷൻ കോൾ നടക്കത്തുള്ളൂ. സോ n മൈനസ് കെ ഈക്വൽ ടു 1. സോ കെ ഈക്വൽ ടു എന്ത് വരും, n മൈനസ് 1 വരും. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷനകത്ത് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ ടി ഓഫ് എന്നിന് എന്ത് വാല്യൂ കിട്ടിയത്, ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു ടി ഓഫ് എൻ ഈക്വൽ ടു കെ പ്ലസ് ടി ഓഫ് എൻ മൈനസ് കെയിലേക്ക് കിട്ടി ടേബിൾ അതിവിടെ എടുത്ത് എഴുതുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു കെ പ്ലസ് ടി ഓഫ് എൻ മൈനസ് കെ. ഇനി കെയുടെ വാല്യൂ എന്താ, എൻ മൈനസ് 1. ടി ഓഫ് എൻ മൈനസ് കെയുടെ വാല്യൂ എന്താ, എൻ മൈനസ് കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര, എൻ മൈനസ് 1 ബിഗ് ഓഫ് എൻ പ്ലസ് കോൺസ്റ്റന്റിന്റെ ബിഗ് ഓഫ് 1. ഓക്കെ, സോ രണ്ടുകൂടെ കൂട്ടുമ്പോൾ ബിഗ് ഓഫ് എൻ വരും. ഇതാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, സോ ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടി ഓഫ് എൻ മൈനസ് 1ന്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര കിട്ടി, ബിഗ് ഓഫ് എൻ കിട്ടി. ഓക്കെ, ഈസ് ഈ ഐട്രേഷൻ മെത്തേഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2t ഓഫ് n by 2 plus 2 if n greater than 2 ഈക്വൽ ടു 1 ഇഫ് n ഈക്വൽ ടു 2. അപ്പം n ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ടി ഓഫ് എൻ വാല്യൂ, അതായത് ടി ഓഫ് എൻ്റെ ആ റിക്കർസീവ് ഫംഗ്ഷൻ എന്താ വിളിക്കുന്നത്, n ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഈ റിക്കർസീവ് ഫംഗ്ഷൻ കോളാണ് നടക്കുന്നത്. ആ റിക്കർസീവ് ഫംഗ്ഷൻ കോളിൻ്റെ എന്താണ്, ആ റിക്കർസീവ് ഫംഗ്ഷൻ കോളിൻ്റെ ഇക്വേഷൻ എന്താണ്, 2t ഓഫ് n by 2 plus 1. ഇനി n ഈക്വൽ ടു 2 ആകുമ്പോൾ എന്താണ്, 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടി ഓഫ് എൻ എടുത്ത് എഴുതുക. ടി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 2 പ്ലസ് ടി ഓഫ് എൻ ബൈ 2. 2 plus 2 into t of n by 2. ഓക്കെ, ഇനി t of n by 2 കാൽക്കുലേറ്റ് ചെയ്യുക. t of n by 2 കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഈ t of n അകത്ത് അതിട്ട് കൊടുക്കുക. t of n അകത്ത് അതിട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന t of n by 2 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് n by 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്നിരിക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ എന്താണ്, 1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, ടി ഓഫ് എൻ ബൈ 2 ഈക്വൽ ടു എന്ത് വരും, 2 പ്ലസ് 2t n ബൈ 2 ബൈ 2. ഓക്കെ, അപ്പോൾ എന്ത് വരും, 2 പ്ലസ് 2t n ബൈ 4 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2t n ബൈ 2 സ്ക്വയർ വരും. ഓക്കെ, എന്താണ് ടി ഓഫ് എൻ ബൈ 2ൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇക്വേഷൻ നമ്പർ 1, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ഓഫ് n ബൈ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എന്ത് കിട്ടും, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അല്ലേ. അപ്പോൾ ഈ ടി ഓഫ് n ബൈ 2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ആ വാല്യൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 2t n ബൈ 2 സ്ക്വയർ. ഇവിടെ 2 സ്ക്വയർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ, 2 സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, 2 പ്ലസ് ഈ 2നെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2നെ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും, 2 പ്ലസ് 2 സ്ക്വയർ, 2 ഇൻറ്റു 2 സ്ക്വയർ, 2 ഇൻറ്റു 2 സ്ക്വയർ, ദെൻ ടി n ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നോക്കണേ, നിങ്ങൾ എഴുതി നോക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇനി നമ്മൾ അതുപോലെ ഇനി നമുക്ക് ഇവിടെ എന്ത് വന്നു, n ബൈ 2 സ്ക്വയർ വന്നു. ഇനി അടുത്ത് അതുപോലെ n ബൈ 2 സ്ക്വയർ കണ്ടുപിടിക്കണം, ടി ഓഫ് n ബൈ 2 സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരും, 2 പ്ലസ് 2t n ബൈ 2 റേസ് ടു 3 വരും. ഓക്കെ, ടി ഓഫ് n ബൈ 2 സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് 2t n ബൈ 2 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 2 പ്ലസ് 2t n ബൈ 2 റേസ് ടു 3. മനസ്സിലായോ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2, ഒരു 2, അപ്പോൾ മൊത്തം എത്രയായി, 2 പ്ലസ് 1 3. ഓക്കെ, മാക്സ് ആണ്. ഓക്കെ, എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, ഇനി ഇക്വേഷൻ നമ്പർ 1 ഇവിടെ നമ്മൾ ടി ഓഫ് എൻ ഇവിടം വരെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, ടി ഓഫ് എന്നിൻ്റെ വാല്യൂ എന്തായിരുന്നു, ഇപ്പോഴത്തെ 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ടി n ബൈ 2 ദ ഹോൾ സ്ക്വയർ, സോറി n ബൈ 2 സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് കൊടുക്കണം, നമ്മുടെ ഈ ടി ഓഫ് n ബൈ 2 ഇതിനകത്ത് എന്ത് ചെയ്യണം, ഈ n ബൈ 2 സ്ക്വയറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ടി ഓഫ് n ബൈ 2 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു, ഓക്കെ, ഈ 2 സ്ക്വയർ ഇൻറ്റു ഈ ടി ഓഫ് n ബൈ 2ൻ്റെ സ്ക്വയർ വാല്യൂ ആണ് ഇത്, 2 പ്ലസ് 2t ഓഫ് n ബൈ 2 ക്യൂബ്. ഇനി 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും, 2 പ്ലസ് 2, ഈ 2 പ്ലസ് ഇത് 2 ഇതുപോലെ എഴുതുക, 2 സ്ക്വയർ ഇതുപോലെ എഴുതുക. ഇനി 2 സ്ക്വയർ ഇൻറ്റു 2, അപ്പോൾ എന്ത് വരും, 2 ക്യൂബ്. ഇനി 2 സ്ക്വയർ ഇൻറ്റു 2t ഓഫ് n ബൈ 2 ക്യൂബ്, അപ്പോൾ എന്ത് വരും, 2 റേസ് ടു 3, 2 ഇൻറ്റു 2, 2 റേസ് ടു 3 ഇൻറ്റു n ബൈ 2 ദ ക്യൂബ്. ഓക്കെ,
ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, എൻ ബൈ 2⁻³ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത അതുപോലെ അപ് ടു കേത്ത് ടേം ആകുമ്പോൾ എന്ത് വരും, കേത്ത് ടേം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ n/2 കൊടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇനി അടുത്ത് നമ്മൾ n/2³ വാല്യൂ കണ്ടുപിടിക്കണം. ടി ഓഫ് n/2⁻³ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിന് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യണം, T(n)ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഈ പ്രോഗ്രഷൻ്റെ കേത്ത് ടേം കണ്ടുപിടിക്കണം. കേത്ത് ടേം, ലാസ്റ്റ് ടേം ഉണ്ടാവുമല്ലോ റിക്കർസീവ് ഫംഗ്ഷൻ കോളിനകത്ത്. ആ ലാസ്റ്റ് ടേം എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്ന, 1ൽ വരുമ്പോൾ, ആ ഫംഗ്ഷൻ കോളിൻ്റെ വാല്യൂ 1ൽ വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ സം ഓഫ് 1 വരുമ്പോൾ എന്ത് ചെയ്യും, ആ റിക്കർഷൻ സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ അതിൻ്റെ കേത്ത് ടേമിൻ്റെ വാല്യൂ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ 2 + 2² + 2³ അപ് ടു 2⁻k + 2⁻k Tn/2⁻k. അതിൻ്റെ കേത്ത് ടേമിൻ്റെ വാല്യൂ ആയിരിക്കും അത്. ഓക്കെ, അത് നിങ്ങൾ മാത്സ് പഠിക്കുക, അതനുസരിച്ച് ചിന്തിച്ച് ഇത് എന്തെങ്കിലും കിട്ടിയെന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത T(n) = ഓക്കെ, ഇതിന് നമുക്ക് എന്ത് കോമൺ എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേത്ത് ടേമിൻ്റെ T(n) അല്ലേ, ഇത് എന്തിൻ്റെ ടേമാണ്, കേത്ത് ടേമിൻ്റെ T(n). ഓക്കെ, ഇതിനകത്ത് 2 കോമൺ എടുത്താൽ എന്ത് വരും, 2 × 1 + 2 + 2² + 2³ അപ് ടു 2⁻k - 1. ഓക്കെ, അതായത് ഈ 2 × 2⁻k - 1. ഇത് ഈ 2⁻k - 1 എന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ. ഇവിടെ 2 ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2⁻k - 1. അപ്പോൾ എന്ത് വരും, ഇപ്പോൾ 2 × 2⁻k - 1 എന്ന് വെച്ചാൽ ഈ കെയുടെ -1ഉം ഇതും പോകും. അപ്പോൾ 2⁻k തന്നെ വരും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നത്. നമുക്കതൊന്ന് GP ആക്കാൻ വേണ്ടി, ജിയോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, പ്ലസ് ഇവിടുത്തെ ഈ 2⁻k T(n/2⁻k) അത് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി ഇതെന്താണ്, ഇതൊരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതായത് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താണ് പോയേക്കുന്നത്. പ്ലസ് 2 പഠിച്ചിട്ടില്ല എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന്. മാത്സ് പഠിക്കാൻ സമയമില്ല, എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പം അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്താണ്, 1 2 3 ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് പോവുക. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 1 ആണ്. ഇവിടെ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇതാണ് 6 മൾട്ടിപ്ലൈ, ഓരോ ടേമിലും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഓക്കെ, സോ വി ഹാവ് വൺ ഫസ്റ്റ് ടേം A ആൻഡ് ദ സെക്കൻഡ് ടേം AR, തേർഡ് ടേം AR², ഫോർത്ത് ടേം AR³, ഫിഫ്ത്ത് ടേം A⁻n അപ് ടു nth ടേം A⁻n. അതാണ് nth ടേം. ഓക്കെ, സോ ഇതിൻ്റെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ജോമെട്രിക് പ്രോഗ്രഷൻ എന്ത് കണ്ടുപിടിക്കണം, സമ്മ് കണ്ടുപിടിക്കണം. ഇത്രയും ഈ ഒരു ഏരിയയുടെ സമ്മ് കണ്ടുപിടിക്കണം. ഓക്കെ, സം ഓഫ് ദിസ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുക, എ ആണ് ഫസ്റ്റ് ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആർ എന്താണ്, കോമൺ റേഷ്യോ. nth ടേം എന്താണ്, AR⁻n-1. ഓക്കെ, ഇത് AR⁻n ആണ്, n-1 ഇല്ല കേട്ടോ. അടുത്ത എന്താണ്, സം ഓഫ് n ടേംസ്. അതായത് n ടേംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ n ടേംസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ സം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, A + A × R⁻n-1 by R-1. ഓക്കെ, ഇനി ഇൻഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇനി ഇത് ഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മാണ്. ഓക്കെ, ഇനി ഇൻഫൈനൈറ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, അതായത് നമുക്ക് എത്ര ലിമിറ്റ് ഇല്ല, എത്ര വരെ ഉണ്ടെന്നില്ല. ഓക്കെ, അതങ്ങ് പൊക്കോണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പോയിരിക്കും, ലാസ്റ്റ് ടൈം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സം ഇൻഡിക്കേഷൻ എന്താണ്, S∞ = A/1 - R. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിൻ്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു GP ഇവിടെ നമുക്ക് കിട്ടിയില്ലേ, 1 + 2 + 2² + 2³ അപ് ടു 2⁻k - 1. ഇതിൻ്റെ സം എന്ത് വരും നോക്കിയേ. അതിൻ്റെ സം ഇൻഡിക്കേഷൻ എന്തായിരുന്നു, A × R⁻n-1 by R-1. ഓക്കെ, അപ്പോൾ അതിവിടെ എഴുതുക, സം ഓഫ് nth ടേം A × R⁻n-1 by R-1. ഓക്കെ, ഇവിടെ എയുടെ ടേം എന്താ, 1 അല്ലേ, A = 1. ഓക്കെ, R⁻n എന്ന് വെച്ചാൽ എന്താണ്, 2⁻k. ഓക്കെ, ഇവിടെ R⁻n എന്തായിട്ട് എഴുതണം, 2⁻k. അതായത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. n എന്ന് വെച്ചാൽ എത്ര ടേംസ് ഉണ്ട്, ഇവിടെ നമുക്ക് k ടേംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, 1ൻ്റെ എയുടെ സ്ഥാനത്ത് 1 × 2⁻k - 1. ഓക്കെ, ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്താണ്, 2 - 1 = 2⁻k - 1. ഓക്കെ, 2⁻k മൈനസ് താഴെയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്ത് വരും, 2⁻k - 1. ഈ 2⁻k - 1 എന്താണ്, ഇതിൻ്റെ സമ്മാണ് 2⁻k - 1. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത്,
ടു ഇൻറ്റു ഈ ടു ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 2 ഇൻറ്റു 2 റേസ് ടു കെ മൈനസ് 1 പ്ലസ് 2 റേസ് ടു കെ ഓഫ് ടി ഓഫ് എൻ ബൈ 2 റേസ് ടു കെ. ഓക്കെ, ഇനി n by 2 raised to k. Assume that n by 2 raised to k is equal to 2. എന്തുകൊണ്ടാണ് ഇവിടെ 2 കൊടുത്തേക്കുന്നത്? അതായത് നമ്മുടെ ഈ റിക്കർഷൻ സ്റ്റോപ്പ് ആവുന്ന എവിടെയാണ്? റിക്കർഷൻ സ്റ്റോപ്പ് ആവുന്ന സ്റ്റെപ്പ് എവിടെയാണ്? ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഇഫ് n ഈക്വൽ ടു 2, ഇഫ് n ഈക്വൽ ടു 2, n ഈക്വൽ ടു ആണ് എന്ത് റിട്ടേൺ ചെയ്യണം? 1. അപ്പം നമ്മുടെ ഒരു റിക്കർഷൻ ലാസ്റ്റ് സ്റ്റോപ്പ് ആവുന്ന എന്നിൻ്റെ വാല്യൂ 1 വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു 1 റിട്ടേൺ ചെയ്യുമ്പോഴാണ് ആ റിക്കർഷൻ സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എത്ര ആവും? 1 ആവും. ഓക്കെ, സോ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 2 raised to n by 2 raised to k equal to 2. ഓക്കെ, അപ്പോൾ ഈ n by 2 raised to 2 equal to 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ എന്ത് വരും? n by 2 raised to k is equal to 2. So n by 2 equal to 2 raised to k. n by 2 raised to k equal to 2 equal to 2. Okay, so this is n by 2 raised to k equal to 2. Okay, so n by 2 equal to 2 raised to k. ഇതൊരു n by 2. ഓക്കെ, സോ ഈ n by 2 raised to k ക്ക് എന്ത് കൊടുക്കുക? അപ്പോൾ ഇവിടെ n by 2 raised to k എന്ത് കൊടുക്കുക? 2 എന്ന് കൊടുക്കുക അല്ലേ? ഇവിടെ 2 കൊടുത്തു. ഓക്കെ, സോ ഇത് ഇക്വേഷൻ എങ്ങനെ വരുന്നത്? 2 ഇൻറ്റു 2 raised to k മൈനസ് 1 പ്ലസ് 2 raised to k ടി ഓഫ് 2. ഈ ടി ഓഫ് 2 വരാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ആ റിക്കർഷൻ എവിടം വരെ വർക്ക് ചെയ്യത്തുള്ളൂ? എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ആ റിക്കർഷൻ സ്റ്റോപ്പ് ആവും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തോ എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എന്താ റിട്ടേൺ ചെയ്യുന്നത്? റിട്ടേൺ 1. ഓക്കെ, അത് ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇഫ് n equal to റിട്ടേൺ 1. ഓക്കെ, ദെൻ ഇതെല്ലാം ഇവിടെ എടുത്ത് എഴുതും. അപ്പോൾ എന്ത് കിട്ടി? 2 ഇൻറ്റു 2 raised to k മൈനസ് 1 പ്ലസ് 2 raised to k ടി ഓഫ് 2. ഓക്കെ, ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2 raised to k മൈനസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2. ഓക്കെ, പ്ലസ് 2 raised to k. ടി ഓഫ് 2ൻ്റെ വാല്യൂ എത്ര? എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എന്ത് റിട്ടേൺ ആണ് ചെയ്താൽ പറഞ്ഞേക്കുന്നത്? ഇഫ് n ഈസ് ഈക്വൽ ടു യു ഹാവ് ടു റിട്ടേൺ 1. സോ ടി ഓഫ് 2 ഈക്വൽ ടു 1. ടി ഓഫ് 2 ഈക്വൽ ടു 1. ടി ഓഫ് 2ൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ടി ഓഫ് 2 ഈക്വൽ ടു 1. ഓക്കെ, സോ ഇവിടെ 2 raised to k ഇൻറ്റു 1 വരും. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ഇതിപ്പോൾ എന്ത് വരാം? ഇത് 2 ഇൻറ്റു 2 raised to k 4 raised to k. ഓക്കെ, 4 raised to k എന്ന് എഴുതണ്ട കേട്ടോ. ഇത് ശ്രദ്ധിച്ചേ, ഇവിടെ 2 ഇൻറ്റു 2 raised to k അതെന്ത് വരും? 4 raised to k മൈനസ് 2 പ്ലസ് 2 raised to k. ഓക്കെ, അപ്പോൾ 4 raised to k മൈനസ്, ഒരു മിനിറ്റ്, ചെറിയൊരു ഡൗട്ട്. 2 ഇൻറ്റു 2 raised to k മൈനസ് 2 പ്ലസ് 2 raised to k. അപ്പോൾ 2 ഇൻറ്റു 2 raised to k പ്ലസ് 2 raised to k, അപ്പോൾ എത്ര k ആയി? 3 ഇൻറ്റു 2 raised to k. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇനി കെയുടെ 2 raised to kയുടെ വാല്യൂ എന്താണ്? നമ്മളിവിടെ n by 2 raised to k ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതി. ഓക്കെ, സോ n by 2 ഈസ് ഈക്വൽ ടു എന്താണ്? 2 raised to k. അപ്പോൾ 2 raised to k ക്ക് എന്ത് കൊടുക്കുക? n by 2 കൊടുക്കുക. ഓക്കെ, 2 raised to k ഈക്വൽ ടു n by 2. അതെങ്ങനെ വന്നേ? നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തു n by 2 raised to k ഈക്വൽ ടു ലാസ്റ്റ് ടേം 2 ആണ് അസ്യൂം ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തായിരുന്നു ലാസ്റ്റ് ടേം ഈസ് n by 2 raised to k ഈസ് 2 എന്ന് അസ്യൂം ചെയ്തു. ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ലാസ്റ്റ് ടേം ആണ്. അതായത് റിട്ടേൺ 1 ചെയ്യണം. റിട്ടേൺ 1 ചെയ്യണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താണ്? 2 ആവണം. ഓക്കെ, എത്ര വരെ ഇത് ലിമിറ്റ് ചെയ്യത്തുള്ളൂ? ഈ ലാസ്റ്റ് റിക്കർഷൻ കാൾ എപ്പോഴും ലാസ്റ്റ് ഈ റിക്കർസീവ് ഫംഗ്ഷനുകളുടെ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? എപ്പോഴും ഒരു റിക്കർസീവ് ഫംഗ്ഷൻ്റെ ലാസ്റ്റ് റിട്ടേൺ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഇൻറ്റു n by 2 കൊടുക്കുക. ഓക്കെ, മൈനസ് 2, ഇവിടുത്തെ മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്ര? ബിഗ് ഓഫ് n. ഇവിടെ n by 2 ആണ്, അതുകൊണ്ട് ബിഗ് ഓഫ് n. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു
ഇത് എഴുതിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.